ഇറാൻ ഇസ്രായേൽ യുദ്ധം അങ്ങനെ കൊടുമ്പരി കൊണ്ട് നിൽക്കുക. ലോകരാഷ്ട്രങ്ങൾ, ലോക പോലീസ് ചമഞ്ഞ് നടക്കുന്ന ഇസ്രായേലും അമേരിക്കയും മറ്റു പല സഖ്യകക്ഷികളായിട്ടുള്ള രാഷ്ട്രവും എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഇറാൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തെ ആക്രമിച്ച് അവിടുത്തെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനിയെ വധിച്ച വാർത്തകളൊക്കെ നമ്മൾ കണ്ടത്. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് സംഘികളും അതുപോലെ തന്നെ കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരും ഇസ്രായേലിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ഇസ്രായേൽ ഓളികളൊക്കെയാണ്. ഇപ്പൊ ഇസ്രായേലിൽ നമ്മുടെ ജെറുസലേം വാണം മാലപ്പടക്കം ഉണ്ടല്ലോ, അവിടെ വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൊത്തം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന മാലിന്യം, അതുപോലത്തെ ഒരു പുഴുത്ത ജന്മം, സ്ത്രീകൾക്ക് പോലും അപമാനമായിട്ടുള്ള ഒരു വൃത്തികെട്ട കൂതറ. ഇവള് പറയുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ കേട്ടാൽ ഈ പറന്നു പോകുന്ന ബോംബ് പോലും നാണിച്ചത് തിരിച്ചു പൊക്കളയും. അത്രയ്ക്ക് വൃത്തികെട്ട ഒരു സാധനമാണ് ഈ ജെറുസലേം മാലപ്പടക്കം. ജൂതന്മാർക്ക് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുഴഞ്ഞു വരുമ്പോഴത്തേക്ക് മണിക്കൂറോളം നിന്ന് ഇങ്ങനെ ലൈവിൽ വന്നിട്ട് സുവിശേഷമാണ് ഇവൾ പറയുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ സുവിശേഷമൊന്നുമല്ല, ക്രൈസ്തവ സമൂഹത്തിന് പോലും മാനക്കേടായിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനം. ഉള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇപ്പം ഇറാനെ അടിക്കാൻ വേണ്ടി ബേസ് കൊടുത്തിട്ടുള്ള മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾ, ചുറ്റിനും ഇറാന്റെ ചുറ്റിനും കിടക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെ ഇനി ആക്രമിക്കില്ല എന്ന് ഇറാൻ ഭരണകൂടം തന്നെ ഇപ്പം അറിയിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇറാൻ തൊടുത്തുവിടുന്ന ഓരോ മിസൈലും ഇപ്പോൾ അവരുടെ അയൺഡോം സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും വീഴുകയും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. യുദ്ധത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. യുദ്ധം കൊണ്ട് ഇവിടെ ഒരാൾക്കും നേട്ടമുണ്ടാകാൻ പോകുന്നില്ല. ആകെ നേട്ടമുണ്ടാകാൻ പോകുന്നത് ട്രംപ് എന്ന് പറയുന്ന ട്രാക്കുളായ്ക്ക് തന്നെയാണ്. സത്യത്തിൽ ഈ അമേരിക്കയും ഇസ്രായേലും പെട്ടെന്ന് അങ്ങോട്ട് കയറി ഇറാനെ അങ്ങോട്ട് ഒതുക്കി കളയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു പ്രകോപനവും ഇല്ലാതിരുന്ന ഇറാന്റെ നേരെ ഇപ്പൊ ഈ ഒരു അക്രമം കാണിച്ചത്. യുദ്ധം കണ്ടങ്ങ് കൊതി തീർന്നവരാണ് അവര്. യുദ്ധമൊന്നും ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനൊന്നും ഒരു വിഷയമല്ല. പിന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു പോലും ഞങ്ങളിനി കരയുദ്ധത്തിലേക്ക് വരികയാണെന്ന്. ഷഡ്ഡി പോലും ഇല്ലാതെ നീയൊക്കെ അവിടുന്ന് ഓടും കരയുദ്ധത്തിലെങ്ങാണം പോയി പെട്ട് കഴിഞ്ഞാൽ. നിനക്കൊക്കെ ഈ മേളിൽ നിന്നുകൊണ്ട് ഈ ബോംബ് വർഷിക്കാന്നല്ലാതെ ആണുങ്ങളെ പോലെ കളത്തിലിറങ്ങി കളിച്ചാൽ ഇറാന്റെ ചുണക്കുട്ടികളുണ്ടല്ലോ, ഷഡ്ഡി പോലും ഇല്ലാതെ അവിടെ നിന്നെയൊക്കെ ഓടിക്കും. അല്ലത് സത്യത്തിൽ എനിക്ക് നമ്മുടെ കാളിയണ്ണനുണ്ടല്ലോ, നമ്മൾ സാധാരണ വിളിച്ച് കളിയാക്കാറുണ്ടല്ലോ ടെക്നോളജി ആണെന്നൊക്കെ. ഈ അടുത്ത കാലത്തായിട്ട് പുള്ളിയുടെ ചില വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. പുള്ളിയോടൊക്കെ നമുക്ക് വലിയ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് തോന്നി. കാരണം പുള്ളി ഒരു മനുഷ്യനായി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി ഒരു കറതീർന്ന സംഖ്യയാണെന്നും ഒരു RS-കാരനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ കാളി അണ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കിയാലോ. അമേരിക്ക എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കരയുദ്ധം ഇറാനുമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കരയുദ്ധത്തിലൂടെ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ ചുമതലയുള്ള ആൾ പറയണത് എന്താ വെച്ചാൽ വെയിറ്റിംഗ് എന്ന് പറയണേ. കരയുദ്ധമായിട്ട് ട്രംപ് അങ്ങോട്ട് കയറി ചെന്നാൽ ചിലപ്പോൾ ട്രംപിന്റെ കവ കയറി പോകുന്നുണ്ട് 100% ഉറപ്പാണ്. കാരണം എന്താ അറിയോ, പർവ്വതങ്ങളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ്റെ അടുത്ത് ഈ കരയുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാവില്ല. പകരം ട്രംപിൻ്റെ ഇപ്പോൾ ഉള്ളൊരു വില ഉണ്ടല്ലോ, വലിയ സംഭവമാണെന്നുള്ള വില, അതങ്ങോട്ട് ഇല്ലാണ്ടായി പോകും. അതാണ് ഉണ്ടാവാൻ പോണത്. അതിനെങ്ങാനും ട്രംപ് മുതിർന്ന തീർന്ന് ഉള്ള കാര്യം പറയാലോ. ഈ ആകാശത്ത് കൂടെ ഇങ്ങനെ ബോംബിടാനും ഈ പറഞ്ഞ മിസൈൽ ഇടാനൊക്കെ ഓക്കെയാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ്റെ എന്താ പറയുക, ഇറാൻ്റെ നേരേക്ക് പോലും കടക്കാൻ പറ്റില്ല. അവിടുന്ന് അടി കിട്ടി വയറ് നിറച്ച് ഓടേണ്ടി വരും. 100% ഉറപ്പാണ്. ട്രംപ് എന്തുകൊണ്ടാണ് വെല്ലുവിളിക്കുന്നത്? അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കണം ഇറാൻ്റെ. അതെടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിയറിയാം. അവർക്ക് ഇരുന്ന് അടിക്കാൻ നല്ല സുഖമാണ്. പുറത്തുള്ളവന് ഒരു മയല്ലാണ്ട് കിട്ടും അടി. അവർക്ക് തടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. കരയുദ്ധം എന്തായാലും പോസിബിൾ അല്ല. ഈ മേലെ കൂടെ കയറി വേണമെങ്കിൽ പറഞ്ഞ പോലെ പൊട്ടിച്ച് കളിക്കാം. എന്നാൽ പോലും യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതി അത്ര വലിയ ഭീകരം. ഞാൻ ആദ്യം 1-2 ദിവസം കണ്ടപ്പോൾ കരുതി ഇത് ഭയങ്കര ഭീകരമാണ് യുദ്ധം, ഒരു മിസൈലൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ പ്രദേശം അങ്ങോട്ട് ഇല്ലാണ്ടാവുന്നൊക്കെയാണ് നമ്മളെ വിചാരം. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമുള്ള യുദ്ധമൊക്കെ. പക്ഷെ സത്യത്തിൽ ഈ മിസൈൽ പൊട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും തൃശ്ശൂർ പൂരത്തിന് പണ്ട് ആനച്ചവിട്ടി പൊട്ടുമായിരുന്നു. ആ ഒരു ഫീലേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അതിന് മാത്രം വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെ ആരെ എന്തൊക്കെ ബോധിപ്പിക്കാനാണെന്ന് ആർക്കറിയാം. ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത്രേ മനസ്സിലാവുന്നുള്ളൂ. കാരണം ഇത്രയും ദിവസമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നുണ്ട്. അതിൽ ഏകദേശം 900ഓളം മിസൈലുകൾ തടുക്കുന്നുണ്ട്. ഏകദേശം 100ഓളം മിസൈലുകൾ അവിടെ ഇവിടെയും ചാടുന്നുണ്ട്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ആഘാതങ്ങളൊന്നും ആ നാട്ടിലൊന്നും കാണുന്നില്ല. ആകെ ഉണ്ടായത് എനിക്ക് തോന്നുന്നു ആ ഇറാനിൽ കൊണ്ടുപോയി ആ സ്കൂളിൽ കൊണ്ടുപോയി പൊട്ടിച്ച് അതൊരു ഇച്ചിരി കടന്ന പ്രയോഗമായിരുന്നു. അത് വേറെ കാര്യം. അതിന് പല രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ബലി കൊടുത്താണെന്നും
അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമുക്കറിയില്ല. കുട്ടികളെ കൊന്നു തുടങ്ങാന്നൊക്കെ പറഞ്ഞ ചില പരിപാടിയുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ചില ചിന്തകളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് തോന്നുന്നു. എന്തായാലും കരയുദ്ധത്തിന് ട്രംപ് ഇറങ്ങുകയാണെങ്കിൽ, ഇസ്രായേലും അതിൻ്റെ കൂടെ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ തോൽക്കുന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ കണ്ടമാനം നഷ്ടം ഉണ്ടാവും, ധനനഷ്ടം ഉണ്ടാവും. ഇറാന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അമേരിക്കയൊക്കെ സംബന്ധിച്ച് ഭയങ്കര നഷ്ടം വരും ആ കളി. എന്തായാലും നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ വലിയ ആ പഴയ ബേജാറൊന്നുമില്ല. അതെനിക്കും നല്ല ബേജാറുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ആളുകൾ ഗൾഫിലൊക്കെ ഉള്ളതല്ലേ. അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞ പോലെ മിസൈലുകളൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചാടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ബാധിക്കപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. ഇപ്പം അതൊക്കെ പോയി. ഇപ്പം അവരുടെ ഈ കളി കാണുമ്പോൾ നമുക്ക് എന്താ ചെറിയ ഈ പൗട്ടത്തെ കൊണ്ട് വെടിച്ചെടുക്കുന്ന പോലെ ഫീലാണ് ഇപ്പോൾ ഉള്ളത്. പൗട്ടത്തൊക്കെ എന്താ പറയുക, ഞങ്ങൾക്ക് മുള കൊണ്ട് ഉണ്ടാക്കുന്ന, ഞങ്ങൾ ചെറുപ്പത്തിൽ മുള കൊണ്ടൊരു തൂക്കുണ്ടാക്കും, അതിൽ ആപ്പിങ്ങനെ അടിക്കുക ചെയ്യുക, തെച്ചിപ്പാട്ടിട്ട് നല്ല അടിയാണ്. അതുപോലെ ഇപ്പോഴത്തേക്ക് തോന്നും. ആ പഴയ എന്താ പറയുക ബേജാറും ഭീതിയൊന്നും ഇപ്പം ഇല്ല. എന്തായാലും ആ യുദ്ധം കൂടി ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക്. ആ കരയുദ്ധേ ട്രംപിൻ്റെ കിളി പോകണം നമുക്ക് കാണാം. ട്രംപ് ഒരു കണക്കിന് ട്രംപ് ചെയ്യണത് നല്ലതാണെങ്കിലും മറ്റൊരു കണക്കിന് ട്രംപിനെ നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. അത് വേറെ കാര്യം. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാനം. എന്നാലും ആവട്ടെ, ഞാൻ ട്രംപിനെ എന്താ പറയുക സമ്മതിക്കുന്ന ഏത് വിഷയത്തിലാണെന്നറിയാം. ഇറാൻ്റെ അടുത്ത് ആണവായുധങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ബേജാറുണ്ട് നമുക്ക്. കാരണം അതൊരു ഡേഞ്ചറാണ് നമ്മളപേക്ഷിച്ചിട്ട്. ഈ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനല്ല, പകരം വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബംഗ്ലാദേശിന് പകരം വേറെ ഏതെങ്കിലും രാജ്യക്കായിരുന്നു നമുക്ക് അത്ര വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് രണ്ടും നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇവറ്റകളെ നമ്പാൻ പറ്റില്ല. മനസ്സിലായോ? എന്തായാലാവട്ടെ, നോക്കാം. നമ്മുടെ കാളിയണ്ണന് വരെ തോന്നി കരയുദ്ധം നടത്തിയാൽ ഇവന്മാർ രക്ഷപ്പെടില്ല എന്നുള്ളത്. കരയുദ്ധം നടത്തിയാൽ ഇറാൻ എന്നല്ല, ഇറാഖ് എന്ന രാജ്യത്തോട് പോലും പിടിച്ചു നിൽക്കാൻ ഈ വേട്ടാവളിയന്മാർക്ക് സാധിക്കത്തില്ലായിരുന്നു. ഒറ്റുകൊടുത്തും ഇതുപോലെ മേളിൽ കൂടെ കൊണ്ടുവന്ന് ബോംബ് വർഷിച്ചു വെക്കുക, അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കാന്നല്ലാതെ ആണുങ്ങളെ പോലെ നേർക്ക് നേർ നിന്ന് ഫൈറ്റ് ഏതെങ്കിലും ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്ത് ജയിച്ച ചരിത്രം ഈ പറയുന്ന സാത്താൻ്റെ സന്തതികൾക്കുണ്ടോ? ഒരു പുല്ലുമില്ല. ഇവനൊക്കെ മറ്റേ അവിടെ ഇരുന്നുകൊണ്ട് മറ്റേ സ്വിച്ച് ഇട്ട് ഞെക്കി കളിക്കൽ പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇറാൻ എന്ന് പറയുന്ന പുലിക്കുട്ടികളോട്, ആൺകുട്ടികളോട് കരയുദ്ധം നടത്തി നീയൊക്കെ ഒന്ന് ജയിച്ചു വാ, എന്നിട്ട് നമ്മൾ നിങ്ങളെയൊക്കെ സമ്മതിക്കാം. ഇത് കാലം കുറേയായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. കാരണം യുദ്ധം ചെയ്ത് തഴക്കവും പഴക്കവും വന്ന ഒരു വിഭാഗമാണടേ ഈ പറയുന്ന ആൾക്കാർ ഇറാനിലുള്ളത്. അതൊന്നും മറക്കാതിരിക്കുക. അതുകൊണ്ട് ഗീർവാണോ ഒന്നും വലുതായിട്ട് മുഴക്കണം. നമ്മുടെ കാളിയണ്ണന് വരെ സംഭവം പിടികിട്ടിയിട്ടുണ്ട്. ലോക പോലീസ് ചമഞ്ഞ് നടക്കുന്ന വേൾഡിലെ വലിയ ബുദ്ധി രാക്ഷസന്മാരാന്ന് പറയുന്ന നിനക്കൊന്നും അത് തലയ്ക്കകത്ത് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ പറയച്ചൽ മാത്രമല്ലേ ഉള്ളൂ. ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം കരയുദ്ധത്തിലങ്ങാണം വന്ന് പെട്ട മോനെ സവാള ഗിരിഗിരി, നമ്മുടെ ലാലേട്ടൻ പറയുന്ന കണക്ക്, പിന്നെ പൊറോട്ട ഇങ്ങനെ വലിച്ച് കീറുന്ന കണക്കന്മാർ കീറി ചറപറ വലിച്ചെറിഞ്ഞ് കളയും. അതുകൊണ്ട് അത്തരം പരിപാടിക്കൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇറാന്റെ മിസൈൽ പലതും ഈ പറയുന്ന തെൽ ഹബീബിലും അതുപോലെ തന്നെ ഹൈഫയിലും ഒക്കെ നല്ല നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ വാർത്തകളൊന്നും പുറത്തേക്ക് വിടാൻ പാടില്ല എന്നാണ് ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ. അവിടുത്തെ ഒരു വാർത്തയും പുറത്തേക്ക് വരുന്നില്ല. എങ്കിലും ചില വാർത്തകൾ ലീക്കായി വരുന്നത് നമ്മൾ അറിയുന്നുണ്ട്. 30 പേരൊക്കെ ഇന്നലെ മരണപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു. മറ്റേ ജെറുസലേം അമ്മായി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നറിയുന്നില്ല. 2 ദിവസമായിട്ട് ലൈവിലൊന്നും കാണുന്നില്ല. ലൈവിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും പാവിയെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞ പോലെ ആ ഉരുമ്പട്ടവള ഇങ്ങനെ ദൈവം വളർത്തിക്കൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അവസാനം കാലേ വാരി ഒരു അച്ചടി നിലത്തടിക്കുന്നതും നമ്മൾ കണ്ടിട്ടേ ഈ ഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതിലൊക്കെ എല്ലാവർക്കും ബൈ.